ഹലോ, ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശരീരം മുഴുവൻ നിറം വെക്കാനും മുഖം നല്ല നിറം വെക്കാനും അവരെ രക്തക്കുറവുള്ളവർക്ക് രക്തം വെക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഇതിൽ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു ജ്യൂസ് ഒരുപാട് പേര് പരീക്ഷിച്ചിട്ട് വളരെ നല്ല റിസൾട്ട് കിട്ടിയെന്ന് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ജ്യൂസാണ് ഇതും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ നമുക്ക് 3 സാധനങ്ങളാണ് വേണ്ടത്. ബീട്രൂട്ട്, ലെമൺ, ജിഞ്ചർ. അപ്പോൾ ബീട്രൂട്ട് എന്ന് പറയുന്നത് വലിയ ബീട്രൂട്ടൊന്നും എടുക്കരുത്. ഒരു ചെറിയ ബീട്രൂട്ട് എടുത്താൽ മതി, അല്ല ഒരു മീഡിയം സൈസിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുനാരങ്ങ അരമുറി, അതേപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിനെ നമ്മൾ മുറിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇതിനെ ഒന്ന് എന്താ പറയുക, ചിരുകിയെടുക്കൂലേ, നമ്മൾ ഇതുപോലത്തെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കണം. സ്ക്രാപ്പ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അരിച്ച് കുടിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അരിച്ച് കുടിച്ചാൽ നമ്മൾ ബീട്രൂട്ട് അരിച്ച് കുടിക്കാൻ പാടില്ല. അതിൻ്റെ ഫൈബേഴ്സ് കംപ്ലീറ്റ് നഷ്ടപ്പെടും. അതേപോലെ അങ്ങനെ കുടിക്കുന്നവർക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലംസിനും സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉള്ളവർ ഒരിക്കലും ഈ ജ്യൂസ് കുടിക്കരുത്. അവർക്കിത് എത്രത്തോളം സ്യൂട്ട് ആവും എന്നുള്ളതിന് നമുക്ക് അത്ര വലിയ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ അവരിത് കുടിക്കരുത്. നിങ്ങളിങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് നല്ലോണം ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിത് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടിയും ചെറിയ പീസസ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നാലും നല്ലോണം അടിഞ്ഞ് കിട്ടും. ഇതിലേക്ക് നമ്മുടെ അരമുറി ചെറുനാരങ്ങ കംപ്ലീറ്റ് ഒഴിച്ച് കൊടുക്കുക. ഈ ബീട്രൂട്ട് തീരെ കുടിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ഇതിൽ മുന്നേ ഇട്ടൊരു വീഡിയോയിൽ ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ബീട്രൂട്ട് എടുത്താലും അതേപോലെ തന്നെ പുഴുങ്ങാതെ എടുത്താലും ഒരു ചവർപ്പ് ചുഴ ഉണ്ടാവും അതിന്. പക്ഷേ ഇതേപോലെ ഇങ്ങനെ നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നേരം അതിൻ്റെ നീര് നന്നായിട്ട് അതിലേക്ക് കിട്ടും. പോരായിട്ട് നമ്മുടെ ഈ ചെറുനാരങ്ങേൻ്റെയും ഇഞ്ചിൻ്റെയും ഫ്ലേവറും കൂടിയും വരുന്നേരം വെറും ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിലും കുറച്ചും കൂടിയും ടേസ്റ്റിന് നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാകും. നമുക്ക് കുടിക്കാണ്ടിരിക്കേണ്ട ആ ഒരു രീതിക്കല്ല, കുടിക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. 1 ഗ്ലാസ് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗ്ലാസ്സിനാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത് നല്ല ഫൈനായി നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം. സ്ക്രാപ്പ് ചെയ്തിട്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് അടിഞ്ഞ് കിട്ടും. മുറിച്ചിട്ട് അടിക്കുന്നതിലും നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുത്താലാണ് കിട്ടുക. അതുകൊണ്ടാണ് മുറിച്ചിട്ട് അടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ പുഴുങ്ങിയിട്ടടിക്കുക. അപ്പോൾ ഞാൻ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ജ്യൂസ് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അരിച്ച് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കംപ്ലീറ്റ് നഷ്ടപ്പെടും. അത് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാക്കാൻ കാരണമാവും. അത് പല രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം വരും. നമ്മൾ ഈ ഒരു ജ്യൂസ് എന്നല്ല, ഏത് ജ്യൂസും നമ്മൾ അരിച്ച് കുടിച്ചാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് 1 മാസം കുടിക്കുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. രക്തക്കുറവുള്ളവർക്കെല്ലാം രക്തം കൂടാനും അതേപോലെ തന്നെ മുഖമെല്ലാം നല്ല നിറം വരാനും, മുഖം മാത്രമല്ല ശരീരം മുഴുവനും നല്ല നിറം വരാൻ സഹായിക്കുന്ന നല്ലൊരു ജ്യൂസാണിത്. അപ്പം ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സൈഡ് എഫക്റ്റ് മെയിൻ കിഡ്നി സ്റ്റോണിൻ്റെ അസുഖമുള്ളവർ ഇത് കുടിക്കാൻ പാടില്ല. അപ്പോൾ അത് ഉള്ളവരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു ജ്യൂസാണിത്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവർക്ക് ഇത് കുടിക്കാം, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇത് എന്താ പറയുക, ഒരു 3-4 മാസം വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് കുടിക്കാം. അതിൽ കൂടുതൽ നിങ്ങൾ കുടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഒറ്റ മാസമല്ല, ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ വേണ്ടി പറ്റും. മുഖവും ശരീരവും ഒക്കെ നിറം വെക്കാനും രക്തം വരാനെല്ലാം സഹായിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. പിന്നെ ഇതിനെ കൊണ്ട് നമ്മുടെ ശരീരം മെലിയാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ശരീരം മെലിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ജ്യൂസ് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.